ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാന ഫരീദാബാദിലെ ഈ ഡോക്ടർ മുസമ്മിൽ ഈ ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കിയെന്ന് പറയപ്പെടുന്ന വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ പ്രധാന ബുദ്ധി കേന്ദ്രമായിരുന്ന ഡോക്ടർ മുസമ്മിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. ഈ വാതിലിനപ്പുറമാണ് 2500ഓളം കിലോ സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ ഭാഗത്തെ മുൻഭാഗത്തെ വാതിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിനുള്ളിലേക്ക് നമുക്ക് കടന്നു നോക്കാമെന്ന് തോന്നുന്നു. ഇത് ഈ ഗ്രാമം എന്ന് പറയുന്നത് ഫത്തേപൂർ താഗ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും അവസാനത്തെ വീടാണ്. ഈ വീട് കഴിഞ്ഞാൽ പിന്നീട് ഒരു കൃഷിയിടമാണ്, ഒരു പാടത്തിന്റെ ഭാഗമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വീടിന്റെ മുൻവശത്തെ കാഴ്ചയാണിത്. ഈ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം ഈ ഭാഗമൊക്കെ കൃഷിയിടമാണ്. ഒരു ഗ്രാമത്തിന്റെ അവസാനത്തെ വീട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അകത്തേക്ക് വന്നാൽ ഈ വീടിന്റെ ഒളിയിടത്തിന്റെ ഭീകരവാദികൾ എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഡോക്ടർമാർ താമസിച്ചിരുന്ന ഭാഗമാണ്. ഈ റൂമിനുള്ളിലാണ് ഭീകര വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. 2500-ലധികം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 30-നാണ് ഈ നീക്കം, ഭീകരാക്രമണത്തിന്റെ നീക്കം പോലീസ് തകർക്കുന്നത്. ജമ്മു കശ്മീർ പോലീസ് ഇവിടെ നിന്നും ഡോക്ടർ മുസമ്മിലിനെ പിടികൂടുന്നത്. ഇതോടുകൂടിയാണ് വൈറ്റ് കോളർ മൊഡ്യൂളിന്റെ കഥ ചുരുളഴിയുന്നത്, അതിന്റെ പദ്ധതി പൊളിഞ്ഞു പോകുന്നത്. ഇവിടെ ഒരു നമുക്ക് കട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ കട്ടിലിന് മുകളിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെയാണ് ഒരു ബെഡ് നമുക്ക് കാണാനാകുന്നുണ്ട്. പുറത്തേക്ക് പോയാൽ ഇവിടെ ഇലക്ട്രിസിറ്റിയും മറ്റുമൊക്കെ ഉള്ള ഒരു വീട് തന്നെയാണ്. പക്ഷേ വീടെന്ന് പറയാനാകാത്തൊരു സ്ഥിതി. ഒരു വശത്താകട്ടെ മറ്റൊരു റൂമിൽ ഗോതമ്പ് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കയറിയപ്പോൾ കണ്ടതാണ്. ഇവിടെ ഒരു ഗോതമ്പ് സൂക്ഷിച്ചിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്ന ഒരു വീപ്പയിൽ. ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്ഷണമൊക്കെ പാചകം ചെയ്തതിൻ്റെ തെളിവുകൾ, ചാമ്പലും മറ്റും നമ്മളിവിടെ കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ കക്കൂസുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഈ രൂപത്തിൽ വളരെ ഒരു ഗ്രാമത്തിലെ ഏറ്റവും അവസാനത്തെ വീട് തന്നെ തിരഞ്ഞെടുത്ത് അവിടെയാണ് 2500ഓളം കിലോ വരുന്ന മാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോഴറിയാം ഈ ഭാഗത്ത് മേൽക്കൂരയൊന്നും ഇല്ല. ആ രൂപത്തിലുള്ള ഒരു വീടാണ്. ചെറിയ വാടകയ്ക്ക് കിട്ടുന്ന ഒരു വീട് എടുത്താണ് ഇവർ ഒളിവിൽ കഴിയുന്നത്. അവസാന ഘട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. ദീപാവലിയിലും റിപ്പബ്ലിക് ദിനത്തിലും സ്ഫോടനങ്ങൾ ദില്ലിയിൽ നടത്താൻ പദ്ധതിയുണ്ടായിരുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞിരുന്ന ഡോക്ടർ മുസമ്മിൽ, അത് കഴിഞ്ഞാൽ ഡോക്ടർ ആദിൽ, ഡോക്ടർ ഷഹീൻ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘത്തെ രൂപീകരിക്കാൻ, ഏകോപിപ്പിക്കാൻ വേണ്ടി ദൗത്യമുണ്ടായിരുന്ന ആളാണ് ഡോക്ടർ ഷഹീൻ. അങ്ങനെ 3 പേർ. 4-മനായിരുന്നു ഡോക്ടർ ആദിൽ. ഈ ഡോക്ടർ ആദിലാകട്ടെ ഇവിടെ നിന്നും ഇതിന് തൊട്ടടുത്താണ്, 4 കിലോമീറ്റർ ദൂരത്തിലാണ് അൽഫലാഗ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഈ I-20 കാർ 11 ദിവസം അവിടെ സൂക്ഷിച്ച് 11ാമത്തെ ദിവസം അവിടെ നിന്നും നേരെ പുറപ്പെട്ടു പോയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. നമ്മൾ ഈ വീട്ടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നീണ്ടു വിശാലമായൊരു പാടത്തിന്റെ ഒരു വശത്ത് ഗ്രാമത്തിന്റെ അവസാനത്തെ വീട്ടിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഏതായാലും ഇവിടെ ഈ വീട്ടിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതോടുകൂടിയാണ് കഥ ചുരുളഴിയുന്നത്. മുസമ്മിലിനെ പിടികൂടി, പിന്നീട് ആദിലിനെയും ഷഹീനെയും പിടികൂടി. ഇതിൽ പരിഭ്രാന്തിയായോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാനോ ലക്ഷ്യമിട്ടാണ് സ്ഫോടക വസ്തുക്കളുമായി അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും I-20 കാർ നഗരഹൃദയത്തിലേക്ക് യാത്ര ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ വരികയും സ്ഥിരമായി പരിശോധനകൾ, തുടർച്ചയായി വാഹനങ്ങൾ NIA സംഘമടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇവിടെ താമസിച്ചിരുന്നു ഈ ഡോക്ടർ മുസമ്മിലും സംഘവും എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിനീത, അതിൽ ഒന്ന് ചുറ്റുപാട് കൂടി നമുക്ക് കാണിക്കാം. അതായത് അതിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കിയാൽ അടുത്തൊന്നും വീടുകളില്ല അല്ലേ? പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല എന്നുറപ്പാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ പോലും പെട്ടെന്ന് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഒരു താമസ സ്ഥലം അല്ലെങ്കിൽ ഒളിത്താവളം ഒരുക്കിയിരിക്കുന്നത്. ഉറപ്പായി നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ വിനീത. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് എത്ര ദൂരത്തോളം ഇതിന്റെ പാടമാണ്, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന പാടമാണ് ഒരു വശത്ത്. മറ്റൊരു ഗ്രാമത്തിന്റെ അവസാന ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇതിനു മുകളിൽ വിറക് പോലെയുള്ള പാചകം ചെയ്യാനുള്ള കമ്പുകളും മറ്റുമൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴേക്ക് തന്നെ ഇറങ്ങിയാൽ ഈ വീട് കൃത്യമായും ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.
പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുക, അത്യാവശ്യമെങ്കിൽ താമസിക്കുക, ആവശ്യമുള്ള ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുക എന്നുള്ളത് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ ഇവിടെ സജ്ജീകരിച്ച ഒരു വീടാണ്. ആരും ശ്രദ്ധയിൽപ്പെടാതെ ഇവിടെ ഒരു ഭാഗത്ത് ഈ ഒരു കക്കൂസും സംവിധാനവുമുണ്ട്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യം മറ്റൊരു ഭാഗത്തുണ്ട്. ഇത് ഇവിടെ തന്നെ ഇവിടെ ഭക്ഷണം പാകം ചെയ്തിരുന്നു എന്നതും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു സ്റ്റോർ റൂം കണക്കെയാണ് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വെളുത്തുള്ളി മറ്റുമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വശത്താണ് ഇവിടെയുള്ള ഈ ഭാഗത്താണ് ഗോതമ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഗോതമ്പൊക്കെ ഉപയോഗിക്കുന്നു, ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ അന്വേഷണ സംഘം അവിടെ എത്തുകയും പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീടൊന്നും ഏതെങ്കിലും തരത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല അല്ലേ? അങ്ങനെയൊന്നും സംരക്ഷിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒരിക്കലുമില്ല. നമ്മൾ എത്തുമ്പോൾ തന്നെ ഇവിടേക്ക് കയറാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണ്. ഈ സ്വാഭാവികമായും ഈ ഭാഗത്താണ് ഈ റൂമിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. പോലീസ് വന്ന് അത് കൊണ്ടുപോയി പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ആർക്കും കയറാവുന്ന സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇവിടെയായിരുന്നു ഈ വൈക്കോലിൻ്റെ പൊടിയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇതിന് മുകളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസിന്റെ പരിശോധനയിലാണ് ഈ ഭീകരാക്രമണ പദ്ധതിയുടെ ചുരുളഴിയുന്നത്. പിന്നീട് പോലീസ് എത്തുകയും ഇവിടെ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയായിരുന്നു. പിന്നീട് ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന്റെ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന വാക്കാണ്. എത്ര വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം തിരഞ്ഞെടുക്കുകയും അവിടെ ഒളിത്താവളം ഒരുക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇത്ര വലിയ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുകയുമാണ്. ഉറപ്പായും അത് തന്നെയാണ്. ഒരു ഡോക്ടർക്ക് പ്രത്യേകം താമസിക്കാൻ സൗകര്യം ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു വീട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. കുറച്ചുകൂടി പിന്നിലേക്ക് മാറി കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വീടിൻ്റെ സംവിധാനങ്ങൾ, ഈ വീടിൻ്റെ വലതുവശത്ത് കാണുന്ന മുറിയിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. പാടത്തിൻ്റെ ഭാഗത്തുള്ള ഒരു വശത്തുള്ള ഒരു വീട്, അതും വീടെന്ന് പൂർണ്ണമായി വിളിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത്ര കാര്യമായ ആളുകൾ ഇതിൻ്റെ പരിസരത്ത് അയൽവാസികളായി ഈ ഭാഗത്തൊന്നും കാണുന്നില്ല എന്നത് നമുക്ക് ദൃശ്യമാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘം NIA-യുടെ അടക്കം അന്വേഷണ സംഘങ്ങൾ ഇവിടെ എത്തിയേക്കും എന്നതാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഭീകരവാദ വിരുദ്ധ സേനയിൽ നിന്നുള്ള സംഘാംഗങ്ങൾ, ഹരിയാന പോലീസിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇനിയും തുടർ പരിശോധനകൾ ഇവിടെ ഉണ്ടാകും. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിൽ ഇനി ആരൊക്കെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് അൽഫലാഹ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ഈ 4 ഡോക്ടർമാരും പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ആദിൽ, ഡോക്ടർ ഷഹീൻ, ഡോക്ടർ ഉമർ എന്നിങ്ങനെ 4 പേർ. അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലും NIA സംഘത്തിന്റെയും ഹരിയാന പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെയും ഒക്കെ പരിശോധനയും തിരച്ചിലും ഇപ്പോഴും തുടരുകയാണ് വിനീത. ഒരു കാര്യം കൂടി, അതിൽ ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ടല്ലോ. ഈ കാർ സൂക്ഷിച്ചിരുന്നത് ഏതാണ്ട് 12 ദിവസത്തിലധികം ഈ കാർ സൂക്ഷിച്ചിരുന്നത് സർവകലാശാലയിലാണ്. മുസമ്മലിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ പറഞ്ഞതുപോലെ ഉമർ പാനിക്കാവുന്നതും ഈ കാർ എടുത്ത് പുറത്തേക്ക് വരുന്നത്. സ്ഫോടന ദിവസം രാവിലെ തന്നെയാണ് കാർ അവിടെ നിന്ന് കൊണ്ടുപോയതെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതായത് കാർ വാങ്ങി പിന്നീട് ഒക്ടോബർ 29-ാം തീയതി അൽഫലാഹ് മെഡിക്കൽ കോളേജിനുള്ളിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. പാർക്ക് ചെയ്തു. പിന്നീട് 11 ദിവസം അവിടെയാണ് ആ വാഹനം ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് രാവിലെ വാഹനം എടുക്കുന്നു. പിന്നീട് ഈ സ്ഫോടക വസ്തു എവിടെ നിന്ന് കയറ്റി എന്നതിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ മുസമ്മിൽ താമസിച്ചിരുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗം, മറ്റൊരു ഭാഗമാണ് ഒരു ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്, സ്ഥിരമായി താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 360 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകുമോ, എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ, എവിടെയൊക്കെ സൂക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ 2500-ലധികം കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ നിന്നും സ്ഫോടക വസ്തു ശേഖരിച്ച് പിന്നീട് നഗരഹൃദയത്തിലേക്ക്, ദില്ലിയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുമാനവും നിഗമനവും. ഇത് സംബന്ധിച്ചൊക്കെ ഒരു ഒഫീഷ്യൽ
വിവരങ്ങൾ അന്വേഷണ സംഘം ഇനി പുറത്തുവിടേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണങ്ങൾ ഏറെക്കുറെ ഒരേ ദിശയിലേക്ക് എത്തിയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധവും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇനി അറിയേണ്ടത് ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിൽ ഇനി എത്ര പേരുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാർ, അനുബന്ധ ജോലികൾ ചെയ്യുന്ന മറ്റേതെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ ശൃംഖല പൂർണ്ണമായി കണ്ടെത്തുന്നതിലേക്ക് വെളിപ്പെടുന്നതിലേക്ക് എത്തുകയുള്ള വിനീത. ശരി, ഫരീദാബാദ് സംഘത്തിന്റെ ഗൂഢാലോചന അത് തന്നെയാണ് ഏറ്റവും നിർണായകം. ആദിൽ പാലോട് അവരുടെ ഒളിസങ്കേതത്തിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ഇനി ആരൊക്കെ പിടിക്കപ്പെടാനുണ്ട് എന്നുകൂടി അറിയണം. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു, ദീപാവലി ദിനത്തിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് വരുന്നത്. ഡോക്ടർ മുസമ്മിലും ഡോക്ടർ ഉമറും കഴിഞ്ഞ ജനുവരിയിലും ദില്ലിയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്, NIAക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ റിപ്പോർട്ടർ വാർത്താ സംഘം നൽകുകയും ചെയ്യും. ഫരീദാബാദിൽ നിന്ന് ഓരോ വിവരങ്ങളുമായി ആദിൽ പാലോടും അപ്പോൾ ശരി. നമുക്ക്